ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. ഇലക്ട്രോൺ കോളേജിലെ അടുത്തൊരു കോഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട്സിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, നമ്മളെ ബേസിക്സ് ഓഫ് സർക്യൂട്ട്സ്, നമ്മളെ സർക്യൂട്ട്സിൻ്റെ ബേസിക്, നമ്മളെ റെസിസ്റ്റർ എന്താണ്, കപ്പാസിറ്റർ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണത് വരുന്നത്, നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട്സിൻ്റെ ബേസിക്സിൽ നമ്മൾ ആദ്യം തൊട്ട് ബേസിക് കൺസെപ്റ്റ് മുതൽ തന്നെ എല്ലാം എടുത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബേസിക്സ് കൺസെപ്റ്റ്സിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബേസിക് കൺസെപ്റ്റുകളാണ്. അതിൽ ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സപ്പോസ് ഇഫ് ഓൾ മാറ്റർ വെദർ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് എന്താണ്, എല്ലാം കമ്പോസിങ് പാർട്ടിക്കിൾസ് എന്താ വിളിക്കുക നമ്മൾ, മോളിക്യൂൾസ്. ക്ലിയർ അല്ലേ? അതുപോലെ എ മോളിക്യൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, മോളിക്യൂൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, മോളിക്യൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഓക്കെ, ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ പാർട്ട് കോൾഡ് എന്തുണ്ട്, ന്യൂക്ലിയസ്. ക്ലിയർ? ശരിയല്ലേ? ദെൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് എ നമ്പർ ഓഫ് ഡാഷ് റിവോൾവിംഗ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഓർബിറ്റ്. ന്യൂക്ലിയസിൻ്റെ പുറത്ത് എന്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്, എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിവോൾവ്സ്. ക്ലിയർ? ദെൻ സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു സൈസ് ഓഫ് ആറ്റം. ന്യൂക്ലിയസ് സൈസ് ആറ്റത്തിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യാൻ വളരെ കുറവാണ്. ഓക്കെ, ശരിയല്ലേ? പിന്നെ ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് എന്തൊക്കെ, ന്യൂക്ലിയസ് ഏതൊക്കെ ഉണ്ട്, ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ, ഇതൊക്കെ ബേസിക് ഇൻഫർമേഷനാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ, ദെൻ ന്യൂക്ലിയസിന് എന്ത് ചാർജാണ് ഉള്ളത്, ന്യൂക്ലിയസ് ഹാസ് എ പോസിറ്റീവ് ചാർജ്. ദെൻ പ്രോട്ടോൺ എന്ത് ചാർജുള്ള, പ്രോട്ടോൺ ഈസ് ഓൾസോ എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലേ. ദെൻ ന്യൂട്രോണിൻ്റെ മാസ് എന്താണ് പ്രോട്ടോണെ കമ്പയർ, ന്യൂട്രോൺ ഹാസ് സെയിം മാസ് ആസ് പ്രോട്ടോൺ, പക്ഷേ ചാർജോ ന്യൂട്രോൺ എന്തില്ല, ന്യൂട്രോൺ എന്തില്ല, ചാർജ് ഇല്ല. ഓക്കെ, ഇലക്ട്രോൺ എങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ഇലക്ട്രോൺ ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ശരിയല്ലേ? അതുപോലെ ഒരു ആറ്റത്തിലെ എന്തൊക്കെ സെയിം ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഓക്കെ, അതുപോലെ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ഡാഷ് എന്ന് പറയും നമ്മൾ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി എന്താന്ന് പറയും, ആറ്റം ഈസ് ഇലക്ട്രിക്കലി എന്ത് പറയും, ന്യൂട്രൽ പറയൂലേ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. കാരണം എന്താണ്, ബോത്ത് പോസിറ്റീവ് ചാർജസ് ക്യാൻസൽ ദ നെഗറ്റീവ് ചാർജസ്. ഓക്കെ, ഇങ്ങനെയുള്ള ടേം ശ്രദ്ധിക്കുക. Whether a given body exhibits electricity, that is a charge തന്നെയാണല്ലോ, or not depend upon the relative number of these particles of electricity. ഓക്കെ, അങ്ങനെയാണെങ്കിൽ, അതായത് ഒരു ബോഡി ഇലക്ട്രിസിറ്റി എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിലുള്ള കണ്ടീഷൻസ് ആണ്. ഇഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആണെങ്കിൽ അത് റിസൾട്ടൻ്റ് ചാർജ് റിസൾട്ടൻ്റ് ചാർജ് 0. അതുപോലെ നമ്മൾ ആ ബോഡി എങ്ങനെയാണെന്ന് പറയും, ബോഡി വിൽ ബി ഇലക്ട്രിക്കലി എന്താണ്, ന്യൂട്രലാണ്. ബോഡി വിൽ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ന്യൂട്രൽ ബോഡി, ഇഫ് ഫ്രം എ ന്യൂട്രൽ ബോഡി സം ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ്, കുറച്ച് ഇലക്ട്രോൺസ് നിങ്ങൾ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് നമ്മൾ റിമൂവ് ചെയ്താൽ ആ ബോഡി അവിടെ എന്തൊക്കെ ചെയ്യും, ആ ബോഡിയിൽ ഇലക്ട്രോൺസിന് എന്തൊക്കെ ചെയ്യും, ആ ബോഡിയിൽ ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ചെയ്യും. ശരിയല്ലേ? ഡെഫിഷ്യൻസി ഒക്കെ ചെയ്യും അല്ലേ. അങ്ങനെ ഡെഫിഷ്യൻസി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ഏത് ചാർജ് അറ്റൈൻ ചെയ്യുമെന്ന് പറയാം, ആ ബോഡി അൾട്ടിമേറ്റ്ലി ഏത് ചാർജ് അറ്റൈൻ ചെയ്യും, ദാറ്റ് ബോഡി അറ്റൈൻസ് എ പോസിറ്റീവ് ചാർജ്. ശരിയല്ലേ? ദെൻ അതുപോലെ ഇഫ് എ ന്യൂട്രൽ ബോഡി സപ്ലൈഡ് വിത്ത് ഇലക്ട്രോൺസ്, ഒരു ന്യൂട്രൽ ബോഡി ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുകയാണ്, അങ്ങനെ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുകയാണ്, ന്യൂട്രൽ ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താവും, ഇലക്ട്രോൺസിൻ്റെ ഒരു കൂടുതൽ അനുഭവിക്കുക, അത് റെക്കേഴ്സ് ആൻഡ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് കൂടും. ശരിയല്ലേ? അങ്ങനെ ആ ബോഡി എൻ്റെ ചാർജ് അറ്റൈൻ ചെയ്യും, ദ ബോഡി അറ്റൈൻസ് എ നെഗറ്റീവ് ചാർജ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഒരു ന്യൂട്രൽ ബോഡീൻ്റെ നമ്മുടെ ചാർജ് പോകുന്നതും ചാർജിൻ്റെ വരുന്നതും നമ്മളുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ചാർജിൻ്റെ യൂണിറ്റ്?
ചാർജിന് ഇലക്ട്രിസിറ്റി നമ്മൾ പറഞ്ഞതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ചാർജിന് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്താണ്, കൂളമാണ് അല്ലേ. അപ്പോൾ ഒരു കൂളം ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂളം ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ ഡാഷ് ഇലക്ട്രോൺസ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ അറിയണം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, -1.6 × 10⁻⁻⁹ കൂളം. ഇവിടെ ചോദിച്ചെന്താ, ഒരു കൂളം എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കൂളം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/1.6 × 10⁻⁹ ആണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, യു വിൽ ഗെറ്റ് 6.25 × 10⁻18 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ശരിയല്ലേ, ഗുഡ്. ദെൻ എന്താണ് ഫ്രീ ഇലക്ട്രോൺസ്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ദാറ്റ് മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്സ്. പല ഓർബിറ്റ്സിൽ ന്യൂക്ലിയസിന് പുറത്ത് മൂവ് അറൗണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺസിനാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയാം അല്ലേ. അതുപോലെ ഇലക്ട്രോൺസിൻ്റെ ലാസ്റ്റ് ഓർബിറ്റിൽ നമ്മൾ എന്ത് പറയും, ഒരു ഓർബിറ്റ് അറിയാമല്ലോ, KLMN ഷെല്ലൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിൽ ലാസ്റ്റ് ഓർബിറ്റിൽ നമ്മൾ എന്ത് പറയും, അതിൻ്റെ പറയുന്നവരാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റൽസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് വളരെ വീക്ക്ലി അറ്റാച്ച്ഡ് ടു ന്യൂക്ലിയ ആണ് അല്ലേ. അപ്പോൾ ഈസിലി റിമൂവ് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഇലക്ട്രോൺസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, അറിയാം എല്ലാവർക്കും, ജസ്റ്റ് നമ്മളത് നോട്ട് ചെയ്ത് പോയി. ഓക്കെ, അതിനടുത്ത് എന്താണ് ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ഓഫ് ഈ പറഞ്ഞ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ വീക്ക്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ. അപ്പോൾ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ ചാർജ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ അതിൻ്റെ ചാർജിനാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. ഇലക്ട്രിക് കറണ്ട് എപ്പോഴും എങ്ങനെ പോകണം, കൺവെൻഷനലി ദ ഇലക്ട്രിക് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ടേക്കൺ അലോങ് ദ മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ്. പോസിറ്റീവ് ചാർജസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്. ഓക്കെ, വെൻ എ കറണ്ട് ഈസ് കോസ്ഡ് ബൈ ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിൻ്റെ യൂസ് ചെയ്തിട്ടാണ് കറണ്ട് കോസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. ഇലക്ട്രോൺ ഫ്ലോവിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷനും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു വയർ എടുക്കുകയാണ്, അതായത് ഒരു വയർ എടുക്കുകയാണെങ്കിൽ സെല്ല് കണ്ടന്റ് അല്ലെങ്കിൽ EMF ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറാണ്, യു ആർ ഫ്ലോയിങ് എ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ മെഷർ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ദ കണ്ടക്ടർ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡിൽ ആരുണ്ടാവും, ടൈം ഉണ്ടാവും. നമുക്കെങ്ങനെ എഴുതാം, I ഈസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, I ഈസ് ഈക്വൽ ടു Q/T. ഇതാണ് ഇഫ് Q ഇസ് ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ ഇൻ ടൈം T, ദെൻ ഇലക്ട്രിക് കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T അല്ലേ. ഇനി ഇത് നമ്മൾ ഒരു വിത്ത് റെസ്പെക്ട് ടു സം ടൈമാണ് എടുക്കുന്നതെങ്കിൽ ഇഫ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് വേരീസ് വിത്ത് ടൈമിന് വെച്ച് വേരി ചെയ്യുകയാണെങ്കിൽ, അതായത് കറണ്ട് അറ്റ് എനി ടൈം, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എങ്ങനെ കിട്ടും, I എങ്ങനെ കിട്ടും, ഒരു ഇൻസ്റ്റൻറ്റിൽ എടുക്കുകയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു dQ/dt. ശരിയല്ലേ. ഇനി 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, 1 ആംപിയർ ഓഫ് കറണ്ട് ഈസ് സെറ്റ് ടു ഫ്ലോ ത്രൂ എ വയർ ഇഫ് അറ്റ് എനി സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷനിൽ 1 കൂളം ഓഫ് ചാർജ് ഫ്ലോസ് ഇൻ 1 സെക്കൻഡ്. ശരിയല്ലേ, ഒരു കൂളം ഓഫ് ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക, 1 കൂളം എന്ന് പറയുക 1 ആംപിയർ കറണ്ട് എന്ന് പറയാം. ശരിയല്ലേ. ദെൻ ഇഫ് n ഇലക്ട്രോൺസ് ആർ പാസിങ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് വയർ, ഒരു വയറിലെ n ഇലക്ട്രോൺസ് പാസ് ചെയ്യുകയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളുടെ കറണ്ട് എന്ത് വരും എന്നാണ് ചോദ്യം അല്ലേ. കറണ്ട് അല്ല, നമ്മൾ ആദ്യം ചാർജ് നോക്കുക. ചാർജ് എന്ത് വരും, ഇഫ് സപ്പോസ് n ഇലക്ട്രോൺസ് ആർ പാസ് ത്രൂ എനി സെക്ഷൻ, Q ഈസ് ഈക്വൽ ടു ചാർജ് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു എന്താണ്, Ne. അപ്പോൾ I എന്ത് വരും, I ഈസ് ഈക്വൽ ടു Q/T, ദാറ്റ് ഈസ് ഈക്വൽ ടു Ne/T. ഈ ഫോർമുലകൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, I ഈസ് ഈക്വൽ ടു Q/T അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു Ne/T എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഗുഡ്. ദെൻ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ബോഡി ഈസ് റേസ്ഡ് എബോവ് ദ ഗ്രൗണ്ട് ഹാസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഒരു ബോഡി നമ്മൾ റേസ് ചെയ്യുവാണെങ്കിൽ, ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബോഡി റേസ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് എനർജി ഉണ്ടാവും, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ. അതുപോലെ ഒരു ചാർജ്ഡ് ബോഡിക്ക് എന്തുണ്ടാവും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെൻ എ ബോഡി ഈസ് ചാർജ്ഡ്, ഒരു ബോഡി ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, ഒരു ബോഡി ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തെന്ന് വെച്ചാൽ
ആ ബോഡി ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? എ വർക്ക് ഈസ് ഡൺ, ഒരു വർക്ക് ഡൺ ചെയ്തിട്ടുണ്ടാവും അല്ലേ? വർക്ക് ഈസ് ഡൺ ടു ചാർജ് ദ വർക്ക് ഈസ് ഡൺ ഇൻ ചാർജിങ് ദ ബോഡി. ആ ബോഡി ചാർജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർക്ക് ഡൺ നടന്നിട്ടുണ്ട്, ശരിയല്ലേ? ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദ ബോഡി. ഈ ബോഡിയിൽ ഈ വർക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏത് എനർജീൻ്റെ ഫോമിലാണ്? അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി, ശരിയല്ലേ? ഒന്നുകൂടി പറയാം. ദ ചാർജ്ഡ് ബോഡി ഹാസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, അല്ലേ? നമ്മൾ പറഞ്ഞു ഈ ചാർജ്ഡ് ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്ങനെ വർക്ക് ചെയ്യാം? ഐദർ ബൈ മൂവിങ് ഐദർ ചാർജസ് ഐദർ ബൈ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ കൊണ്ട് എന്ത് ചെയ്യാം? ആ ചാർജിന് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയുക? കപ്പാസിറ്റി ടു ഡു വർക്ക്. ക്ലിയർ? ദെൻ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? അപ്പോൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഈക്വൽ ടു എന്ത് ചെയ്തും? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വന്ന് വി ഈസ് ഈക്വൽ ടു W/Q. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ്? എനർജി തന്നെയാണല്ലോ നമ്മുടെ വർക്ക് ഡൺ, ശരിയല്ലേ? എനർജി തന്നെയല്ലേ നമ്മൾ വർക്ക് ഇടണം. അപ്പോൾ വി ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? W/Q എന്ന് എഴുതാം. യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തെങ്കിലും വോൾട്ട് വി, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്ത് വരും? W എന്ന് പറഞ്ഞാൽ ജൂള്, Q എന്ന് പറയുന്നത് കൂളം. അപ്പോൾ എന്ത് വരും? ജൂൾ പെർ കൂളം എന്ന് വരും. ഇതാണ് എന്ത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, ദെൻ അടുത്ത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ചാർജ്ഡ് ബോഡി ഉണ്ട്. ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ടു ചാർജ്ഡ് ബോഡീസ്. രണ്ട് ചാർജ്ഡ് ബോഡി ഉണ്ട്. ആ രണ്ട് ചാർജ്ഡ് ബോഡിയുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലാണ് നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലേ? രണ്ട് ബോഡി കൺസിഡർ ചെയ്യുക, AB കൺസിഡർ ചെയ്യുക. ഒന്നിന് നിങ്ങൾ +5 എടുക്കുക, അതുപോലെ ഒന്നിന് നിങ്ങൾ +3 കൊടുക്കുക. ഓക്കെ ദെൻ അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. ഇത് ഏതിൻ്റെ ഡയറക്ഷനാണ്? ഇത് ഏതിൻ്റെ ഡയറക്ഷനാന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രോൺ ഫ്ലോയിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ? ഈ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ഫ്ലോയിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ടു ബോഡീസ് ആർ ജോയിൻഡ് ത്രൂ എ കണ്ടക്ടർ ദെൻ ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം B to A. ബിന്ന് എയിലേക്ക് എന്താ ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ടു ബോഡീസ് ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്ത് ഫ്ലോ ചെയ്യുന്നത്? ഇത് സപ്പോസ് ഇപ്പോൾ രണ്ട് പൊട്ടൻഷ്യലാണ് +5 +3. ഓക്കെ, ഇഫ് ടു ബോഡീസ് ആർ ദ സെയിം പൊട്ടൻഷ്യലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഫ്ലോ ഒന്നുമില്ല, അതായത് കറണ്ട് ഫ്ലോ എന്താവും? സ്റ്റോപ്പ് ആവും, ശരിയല്ലേ? ഇനി അങ്ങനെ നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ കറണ്ട് ഫ്ലോ ചെയ്യും. എപ്പോൾ? ഇതിൻ്റെ ഇടയിൽ ഈ ബോഡീസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 0 പൊട്ടൻഷ്യലാണ്, അതായത് കറണ്ട് എത്രയാണ്? 0 ആണ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഈ കാണിച്ചിരിക്കുന്ന സാധനം ഏതിൻ്റെ ഫ്ലോ ആണ്? ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ? എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ? കൺവെൻഷനലി ദ കറണ്ട് ഫ്ലോ വിൽ ബി ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ ആരാ? +5. ലോവർ പൊട്ടൻഷ്യൽ ആരാ? +3. അപ്പോൾ കറണ്ട് ഫ്ലോ എപ്പോഴും ഇലക്ട്രോൺ ഫ്ലോൻ്റെ ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ പറയാം എപ്പോഴും കൺവെൻഷനലി യുവർ കറണ്ട് ഫ്ലോ വിൽ ബി ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അങ്ങനെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മുടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്ത് ഇരിക്കുക. ഓക്കെ, ഗുഡ്. ദെൻ അപ്പോൾ എന്താണ് EMF? EMF എന്താണ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു ഇതിൽ പറയാം. ഓക്കെ, EMF എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് ഒരു ഇതിൽ പറയാം. ഓക്കെ, ജസ്റ്റ് കേട്ട് പോയിക്കോ. അതായത് EMF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അല്ലേ? EMF എന്താന്ന് പറഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് മെയിൻറ്റെയിൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ട് പോയിന്റിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു ഡിവൈസ് ദാറ്റ് മെയിൻറ്റെയിൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 points ഈസ് സെറ്റ് ടു ഡെവലപ്പ് ആൻ EMF. ഓക്കെ, അത് ഞാൻ ക്ലിയർ ആയിട്ട് അടുത്തതിൽ പറയാം. അതിന് സിമ്പിൾ എക്സാമ്പിൾ ഒരു വോൾട്ടൈക് സെല്ലാണ് ഞാൻ പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും? കോസസ് എന്ത് ഫ്ലോ ചെയ്യാൻ സാധിക്കും? കറണ്ട് ഫ്ലോ ചെയ്യാൻ സാധിക്കും. വൈൽ ആൻ EMF ഹെൽപ്സ് ടു എന്താണ്? ഈ ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, നമുക്കത് അടുത്ത സ്ലൈഡിൽ നോക്കാം, ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ എന്താണ് EMF എന്ന് പറഞ്ഞാൽ? എ ഡിവൈസ്
ദാറ്റ് മെയിൻറ്റെയിൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിവൈസ് ദാറ്റ് മെയിൻറ്റെയിൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്. അങ്ങനെ ഒരു ഡിവൈസ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്തെന്ന് പറയാം? ഈ സെറ്റ് ടു ഡെവലപ്പ് ആൻ EMF. ഒരു ഡിവൈസ് വെച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു EMF ഡെവലപ്പ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അതിന് സിമ്പിൾ എക്സാമ്പിളാണ് നമ്മളുടെ ഒരു വോൾട്ടായിക് സെല്ല് അല്ലേ. ഏതാണ് വോൾട്ടായിക് സെല്ല് എന്ന് പറഞ്ഞാൽ? ഏതാണ് നമ്മളെ സാധാ സെല്ല് അല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ 2 കണക്ഷൻ ഉണ്ടാവും അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ ഇങ്ങനെ 2 കണക്ഷൻ ഉണ്ടാവും. നിങ്ങളിതിൻ്റെ ആനോഡ് പ്ലേറ്റ്സും കാഥോഡ് പ്ലേറ്റ്സും ഒക്കെ ഓർക്കുക. ഇതാണ് നിങ്ങളുടെ സിങ്ക് പ്ലേറ്റ്, ഇതാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ് അല്ലേ, ഡയല്യൂട്ട് H2SO4, ഡയല്യൂട്ട് H2SO4. ഇതാണ് നിങ്ങളുടെ കോപ്പർ പ്ലേറ്റ്, ഇതാണ് നിങ്ങളുടെ പ്ലസ്, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഫ്ലോ ഉണ്ടാവുക അല്ലേ, ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ R. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു തരുന്നത്? നിങ്ങൾ ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. സിമ്പിൾ എക്സാമ്പിളാണ് ഏത്? ഒരു EMFനെ ഡെവലപ്പ് ചെയ്ത സിമ്പിൾ എക്സാമ്പിൾ ഒരു വോൾട്ടായിക് സെൽ. വോൾട്ടായിക് സെൽ കൺസിസ്റ്റ് ഓഫ് എ കോപ്പർ പ്ലേറ്റ് ഉണ്ട് അല്ലേ. കോപ്പർ പ്ലേറ്റ് ഏതാണ്? ആനോഡ്. അതുപോലെ ഒരു സിങ്ക് റോഡും ഉണ്ട് അല്ലേ. ആ സിങ്ക് റോഡാണ് ഇത് കാഥോഡ്. ഇത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു. ഏതിനെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു? ഡയല്യൂട്ട് H2SO4 ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ കെമിക്കൽ ആക്ഷൻ നടക്കും അല്ലേ. ഈ സെല്ലിൽ എന്താ കെമിക്കൽ ആക്ഷൻ ഹാപ്പൻ ചെയ്യും. കെമിക്കൽ ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സെൽ റിമൂവ്സ് എന്തൊക്കെ? ഇലക്ട്രോൺസ് ഫ്രം വൺ പ്ലേറ്റ് ടു അതർ. ഒരു പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കെമിക്കൽ ആക്ഷൻ വഴി എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ് ത്രൂ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഈ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നത്? ഹാപ്പൻ ചെയ്യുന്നത്. ദിസ് ആക്ഷൻ ഓഫ് കെമിക്കൽ. അപ്പോൾ എന്താ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ സെല്ലിൻ്റെ ഈ ആക്ഷൻ, ദിസ് ആക്ഷൻ ഓഫ് കെമിക്കൽ സെൽ ഹാസ് ഡൺ സർട്ടൻ എമൗണ്ട് ഓഫ് വർക്ക്. മനസ്സിലായി? അവിടെ കെമിക്കൽ സെല്ലാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് നടത്തുന്നത്. ഓക്കെ, വർക്ക് ചെയ്ത് ജൂൾ W, ഒരു വർക്ക് W നടത്തുന്ന ആ കെമിക്കൽ സെല്ലാണ്. ക്ലിയർ ആയോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അതാണ് V. ആ V എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. ക്ലിയർ ആയോ? ദെൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദ എക്സ്റ്റേണൽ വയർ ഈസ് ദ ഇലക്ട്രിക് കറണ്ട്. ആ എക്സ്റ്റേണൽ വയർ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിലെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എക്സ്റ്റേണൽ വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യും? അതാണ് നമ്മുടെ എന്ത്? ഇലക്ട്രിക് കറണ്ട്. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ്. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. ആസ് ഓർ സോ ലോങ് ആസ് ദർ ഈസ് കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Thus നമുക്ക് കൺക്ലൂഷൻ പോലെ പറയാം. Thus we say that the potential difference causes dash to flow. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം എന്ത് ഫ്ലോ ചെയ്യും? അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോസസ് ഡാഷ് ടു ഫ്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോസസ് അവർ കറണ്ട് ടു ഫ്ലോ. ശരിയല്ലേ? വൈൽ ആൻഡ് EMF ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ. EMF എന്താ സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. അതുപോലെ EMF എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? EMF ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMF ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? EMF ഡീൽ ചെയ്തു അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡീൽ ചെയ്തു, അതുപോലെ പൊട്ടൻഷ്യൽ ഡീൽ ചെയ്തു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കുറേ ഭാഗമൊക്കെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളൊരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ പൊട്ടൻഷ്യൽ അക്രോസ് ചാർജ് എന്നും അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ അക്രോസ് സ്പിയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇൻസൈഡ് സ്പിയർ, ഔട്ട്സൈഡ് സ്പിയർ ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അതുപോലെ ഇലക്ട്രിക് കറണ്ട് എന്നാണ് നമ്മൾ നോക്കി. സിമിലർലി ചാർജ് അല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ഡീൽ ചെയ്യുന്ന നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് അപ് ടു നമ്മൾ എവിടെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതുപോലെ EMF വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓംസ് ലോ തൊട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.